ഹലോ, നമുക്ക് 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്രയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ നമ്മൾ അതിൻ്റെ ബാക്കി അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര ആ കണക്ഷനാണ് പറയുന്നത്. അതിന് മുന്നേ അരിത്തമെറ്റിക് സീക്വൻസിനെ കുറിച്ചുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്കറിയണം. നമുക്കൊരു സീക്വൻസ് എടുക്കാം. 2, 4, 6 എക്സെട്ര എന്ന് പറയുന്ന ഒരു സീക്വൻസ് ആണല്ലോ. ഇതിൻ്റെ ഫസ്റ്റ് ടേം എങ്ങനെ എഴുതും? ഫസ്റ്റ് ടേമിന് എഫ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. എഫ് ഇസ് ഈക്വൽ ടു ഇവിടെ 2 ആണ് അറിയാം. കോമൺ ഡിഫറൻസ് നിങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? കോമൺ ഡിഫറൻസ് ഡി ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം 4 മൈനസ് 2 അല്ലെങ്കിൽ തേർഡ് ടേം 6 മൈനസ് 4 അല്ലേ? അങ്ങനെ ചെയ്യാം. ഇവിടെ ഞാൻ സെക്കൻഡ് ടേം നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്തു. 4 മൈനസ് 2 എത്രയാണ്? 2 അല്ലേ? അപ്പോൾ ഇത്രയും ഇത് വെരി ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാമായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി വേറെ ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല, ചാപ്റ്ററിലേക്ക് കിടക്കാം. പറയട്ടെ. ചാപ്റ്ററിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഫൈൻഡ് ദ ഓൾജിബ്രൈക് ഫോം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ nth ടേമിനെയാണ് ഓൾജിബ്രൈക് ഫോം എന്ന് വെച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. nth ടേം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഇപ്പോൾ പഠിക്കുക. nth ടേം ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇങ്ങനെയും ഒരു ഇക്വേഷൻ ഉണ്ട്. ചിലപ്പോൾ വേറൊരു ഇക്വേഷനും പഠിക്കാം. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, ഇതും പഠിക്കാം. രണ്ടും nth ടേം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. മനസ്സിലായോ? എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡിയും ഇക്വേഷനാണ്. ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡിയും nth ടേമിനുള്ള ഇക്വേഷനാണ്. ഓൾജിബ്രൈക് ഫോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് കണ്ടുപിടിക്കാനാണ്? nth ടേം കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമുക്ക് ഓരോ സീക്വൻസ് ആയിട്ട് എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇക്വേഷൻ അറിയാമല്ലോ. എന്താണ് nth ടേം അല്ലെങ്കിൽ ഓൾജിബ്രൈക് ഫോമിനുള്ള ഇക്വേഷൻ? ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഓക്കെ, അപ്പോൾ ചെയ്യാം. ഒന്നാമത്തേത് സീക്വൻസ് എഴുതാം. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ സീക്വൻസ് ഇതാണ്: 1, 6, 11 എക്സെട്ര. ഇതിൽ ഫസ്റ്റ് ടേം ആദ്യം എടുത്ത് എഴുതുക. ഫസ്റ്റ് ടേം 1 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 6 മൈനസ് 1 5 എന്ന് കിട്ടി. നമ്മളിനി എല്ലാത്തിലും ഇത് എഴുതില്ല. ആദ്യം ജസ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതായതുകൊണ്ടാണ് എഫും ഡിയും എടുത്ത് എഴുതിയത്. ഇനി നമുക്ക് nth ടേമിൻ്റെ ഇക്വേഷൻ അറിയാം, അല്ലെങ്കിൽ ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കാനായിട്ട് nth ടേമാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾജിബ്രൈക് ഫോം ഇസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ആണല്ലോ. ഇക്വേഷനിൽ പുട്ട് ചെയ്യാം, വാല്യൂസ് പുട്ട് ചെയ്യാം. എഫ് എത്രയാണ്? 1 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി എത്രയാണ്? 5 ആണല്ലോ. 1 പ്ലസ് 5n മൈനസ് 5 എന്ന് കിട്ടും. ഇതിൽ 5n അങ്ങനെ കിടക്കട്ടെ. ബാക്കി ആരൊക്കെയുണ്ട്? 1ഉം ഉണ്ട്, മൈനസ് 5ഉം ഉണ്ട്. 1ഉം ഉണ്ട്, മൈനസ് 5ഉം ഉണ്ട്. നമുക്കത് ചെയ്യാം. 1 മൈനസ് 5 എത്രയാണ്? 1 മൈനസ് 5 മൈനസ് 4 ആണ്. മൈനസ് 4 പ്ലസ് ബാക്കിയുള്ള 5n, മൈനസ് 4 പ്ലസ് 5n എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? മൈനസ് 4 പ്ലസ് 5n. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഓൾജിബ്രൈക് ഫോം. എന്ന് പറഞ്ഞാൽ ഇത് മീൻ ചെയ്യുന്നത് എന്താണെന്നുകൂടെ ഞാൻ സൈഡിലൊന്ന് പറയാം. നമ്മുടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ജനറൽ ഫോം, ഒരു ഓൾജിബ്രൈക് ഫോം ഇങ്ങനെയായിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ സീക്വൻസ് തന്നിട്ടില്ല. 1, 6, 11, 16 എന്ന് പറയുന്ന സീക്വൻസ് നമുക്ക് തന്നിട്ടില്ല. ഈ ഓൾജിബ്രൈക് ഫോം വെച്ചിട്ട് നമുക്ക് സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഓൾജിബ്രൈക് ഫോം എന്തായിരുന്നു ഇവിടെ? -4 പ്ലസ് 5n ആയിരുന്നു നമ്മുടെ സീക്വൻസ്, അല്ല നമ്മുടെ ഓൾജിബ്രൈക് ഫോം. ഇതിൽ നമ്മൾ എന്നിന് ഏത് വാല്യൂസാണ് ഇടുന്നത് ആ ടേം നമുക്ക് കിട്ടും. അതിൻ്റെ ആ പൊസിഷനിലുള്ള ടേം നമുക്ക് കിട്ടും. ഇവിടെ ഞാൻ എന്നിന് 1 കൊടുത്താൽ n ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എനിക്ക് അവിടെ കിട്ടുന്നത് ഫസ്റ്റ് ടേം ആയിരിക്കും. അപ്പോൾ നമുക്ക് കൊടുത്തു നോക്കാം. ഫസ്റ്റ് ടേം കണ്ടുപിടിച്ച് നോക്കാം, എഫ് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, എഫ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? എന്നിന് 1 കൊടുക്കണം. -4 പ്ലസ് 5 ഇൻറ്റു എന്നിന് പകരം എത്രയാണ്? 1 കൊടുത്തു. അപ്പോൾ -4 പ്ലസ് 5 എന്ന് കിട്ടും. എന്ത് ചെയ്യും? -4 പ്ലസ് 5 എത്രയാണ്? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ കൊടുക്കണം. അപ്പോൾ എത്ര കിട്ടും? 5 മൈനസ് 4 എന്ന് വരും. ദറ്റ് ഈസ് 1. ഫസ്റ്റ് ടേം 1 അല്ലേ? കറക്റ്റ് ആണല്ലോ. എങ്കിൽ സെക്കൻഡ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് ടേം ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? എന്നിൻ്റെ പ്ലേസിൽ 2 കൊടുക്കണം. അപ്പോൾ എങ്ങനെ ചെയ്യാം? -4 പ്ലസ് 5 ഇൻറ്റു എന്നിന് പകരം 2, ദറ്റ് ഈസ് -4 പ്ലസ് 5 ഇൻറ്റു 2 10 ആണ്. വീണ്ടും എന്ത് ചെയ്യും? വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിൻ്റെ സൈൻ. 10 മൈനസ് 4 8 ആണ്. 8 എന്ന് കിട്ടി. 10 മൈനസ് 4 6 ആണ്.
n-4 6 ആണ്, 6 എന്ന് കിട്ടി. സെക്കൻഡ് നമ്പർ 6 അല്ലേ, സെക്കൻഡ് ടേം 6 അല്ലേ, കിട്ടിയല്ലോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ രീതിയിലാണ് നമ്മൾ സീക്വൻസ് കണ്ടുപിടിക്കുന്നത്. എന്ത് തന്നിരുന്ന ഓൾജിബ്രൈക് ഫോം തന്നിരുന്നാൽ ഈ രീതിയിൽ നമുക്ക് സീക്വൻസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കാൻ അറിയാം. ഇനി ഓൾജിബ്രൈക് ഫോമാണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സീക്വൻസ് കണ്ടുപിടിക്കാനും അറിയാം. ഇതിന് ഒരു ജസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നതാണ്. ഇനി നമുക്ക് സെക്കൻഡ് തൊട്ട് 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തിങ്ങനെയാണ് സീക്വൻസ് 2 7 12 എക്സെട്ര 2 7 12 എക്സെട്ര എന്നുള്ളതാണ് സെക്കൻഡ് സീക്വൻസ്. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഓൾജിബ്രൈക് ഫോം കണ്ടുപിടിക്കണം. ഇതിൽ എല്ലാ ക്വസ്റ്റ്യനിലും എഫും ഡിയും എഴുതണം എന്നുണ്ടെങ്കിൽ എഴുതി പോവുക, അതാണ് ഏറ്റവും ക്ലിയർ കാര്യം. നമുക്ക് എന്ത് ഓരോ ക്വസ്റ്റ്യനിൽ കൺഫ്യൂഷൻ ഇല്ലാതെ പോവാം. എഫ് എത്രയാണ്? 2 ആണ്. ഡി എത്രയാണ്? 7 - 2 ചെയ്യണം, ദറ്റ് ഈസ് 5. നമുക്ക് എഴുതാൻ പറ്റും. പറ്റാത്ത ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഫ്രാക്ഷനൊക്കെ വരുന്ന ഇതുപോലുള്ള ക്വസ്റ്റ്യനുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഇത് എഴുതിപ്പോയാൽ അതൊരു ശീലമായിക്കോളും. ഓക്കെ, അപ്പോൾ ഓൾജിബ്രൈക് ഫോമിലുള്ള ഇക്വേഷൻ എന്തായിരുന്നു? എഫ് പ്ലസ് n-1 ഇൻറ്റു ഡി ആണല്ലോ. എഫ് എത്രയാ? 2. 2 പ്ലസ് n-1 ഇൻറ്റു ഡി എത്രയാണ്? 5. ഓക്കെ അല്ലേ? അപ്പോൾ 2 പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, 5 ഇൻറ്റു n 5n മൈനസ് 5 ഇൻറ്റു 1 5. ഓക്കെ, 5n അങ്ങനെ ഇട്ടിരുന്നിട്ട് 2 - 5 എത്രയാണ്? -3. -3 പ്ലസ് 5n. ഓക്കെ അല്ലേ? -3 പ്ലസ് 5n. ഇതിൽ നമുക്ക് വാല്യൂ കൊടുക്കാം. തേർഡ് ടേം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? -3 പ്ലസ് 5 ഇൻറ്റു 3 എത്ര കിട്ടും? -3. 5 ഇൻറ്റു 3 എത്രയാ? 5 ഇൻറ്റു 3 15 ആണ്. -3 പ്ലസ് 15 എന്ന് വരും. എത്ര കിട്ടും? 12. അതല്ലേ തേർഡ് ടേം? 12 ആണല്ലോ. മനസ്സിലായില്ലേ? അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനായി